Alhamdulillah Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് യൂനുസിലെ മൂന്നാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه ذلكم الله ربكم فاعبدوه أفلا تذكرون. ഇന്ന റബ്ബക്കും അല്ലാഹു, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ സംരക്ഷകൻ അല്ലാഹു ആകുന്നു. അല്ലദീ ഖലഖസ് സമാവാതി, അവനാണ് ആകാശങ്ങളെ പടച്ചത്, സൃഷ്ടിച്ചത്, വൽ അർദ, ഭൂമിയെയും, ഫീ 6 അയ്യാമിൻ, 6 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 6 ഘട്ടങ്ങളിൽ. സുമ്മ, പിന്നെ, ഇസ്തവ അലൽ അർഷ്, അവൻ അർഷിൽ ആസനസ്ഥനായി അല്ലെങ്കിൽ ഉപവിഷ്ടനായി. യുദബ്ബിറുൽ അംറ, അവൻ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു, സംരക്ഷിക്കുന്നു. യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ അവൻ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നു, അവൻ ഭരണം നടത്തുന്നു. മാ മിൻ ഷഫീഇൻ, ഒരു ശുപാർശകനും ഉണ്ടാവുകയില്ല, ഇല്ലാ മിൻ ബഅദി ഇദ്നിഹി, അവൻ്റെ അനുമതിക്കു ശേഷമല്ലാതെ. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അതാകുന്നു, അവനാകുന്നു നിങ്ങളുടെ റബ്ബ്, അല്ലാഹു, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. ദാലിക്കുമുല്ല, അവനാകുന്നു അല്ലാഹു, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്. ഫഅ്ബുദൂഹ്, അതുകൊണ്ട് നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യണം. അഫലാ തദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ എന്നുകൂടെ അർത്ഥം പറയാം. ഇന്ന റബ്ബക്കും, നിങ്ങളുടെ രക്ഷകൻ, നിങ്ങളുടെ നിയന്താവ്, അല്ലാഹു ആകുന്നു. അല്ലദീ, അല്ലാഹു എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവനാണ്? ഖലഖസ് സമാവാതി വൽ അർദ, അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. ഫീ 6 അയ്യാമിൻ, 6 ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ 6 ദിനങ്ങളിലായി. സുമ്മസ്തവ അലൽ അർഷ്, പിന്നെ അവൻ അർഷിൽ ഉപവിഷ്ടനായി അഥവാ അധികാരമേറ്റെടുത്തു. യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അവൻ അല്ലെങ്കിൽ ഭരണം നടത്തുന്നു. മാ മിൻ ഷഫീഇൻ, ഒരു ശുപാർശകനുമില്ല, ഇല്ലാ മിൻ ബഅദി ഇദ്നി, അവൻ്റെ അനുമതിക്കു ശേഷമല്ലാതെ, അവൻ്റെ സമ്മതത്തിനു ശേഷമല്ലാതെ. ദാലിക്കുമുല്ലാഹു, അവനാകുന്നു അല്ലാഹു, റബ്ബുക്കും, നിങ്ങളുടെ സംരക്ഷകൻ, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ നിയന്താവ് അല്ലെങ്കിൽ പരിപാലകൻ, റബ്ബ്. ഫഅ്ബുദൂഹു, നിങ്ങൾ അവനെ ആരാധിക്കണം, അവനെ വണങ്ങി വഴങ്ങി ജീവിക്കണം, അവന് വഴിപ്പെട്ടു ജീവിക്കണം, ഇബാദത്ത് ചെയ്യണം. അഫലാ തദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ? അന്നത്തെ ആളുകളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോഗ്യതനാകുന്ന സന്ദർഭത്തിലുള്ള ആളുകളുടെ ഒരു തരം പ്രപഞ്ച വീക്ഷണമുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ പ്രപഞ്ചത്തിനൊരു രക്ഷിതാവുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. അവനാണ് സൃഷ്ടിച്ചത്, അവൻ പരമേശ്വരനാണ്. ഇന്നത്തെ ബഹുദൈവ വിശ്വാസികളെപ്പോലെ ഒരു പരമമായ ദൈവം, അന്തിമനായ ദൈവം, ഒരു പരമേശ്വരൻ എന്നുമുണ്ട്. പക്ഷെ അവൻ സൃഷ്ടിച്ചു എന്നുള്ളതല്ലാതെ പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പിന് ഒരുപാട്
സഹായികളെ നിശ്ചയിച്ചിരിക്കുകയാണ്. സഹായികളെ നിശ്ചയിച്ചു. അതിൽ മലക്കുകളുണ്ട്, മനുഷ്യരുണ്ട്, പിന്നെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, മരങ്ങളുണ്ട്, പാമ്പുകളുണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ സഹായികളാണ്. അതുകൊണ്ട് ദൈവത്തെ പ്രലോഭിപ്പിക്കുവാൻ, ദൈവത്തെ പ്രീണിപ്പിക്കുവാൻ, പ്രീതിപ്പെടുത്തുവാൻ ഇവയെ പ്രീതിപ്പെടുത്തിയാൽ മതി. അങ്ങനെയാണ് പാമ്പിനെ ദൈവമായിട്ട്, പാമ്പിന് പാല് കൊടുക്കുക, സൂര്യപ്രണാമം നടത്തുക, സൂര്യനെ ആരാധിക്കുക. പിന്നെ ദൈവത്തിന് കുറേ ഉപരൂപങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരുടെ സഹായികളുടെ രൂപങ്ങൾ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുക. എന്നിട്ട് അവയുടെ മുമ്പിൽ നെയ്യും പാലും അഭിഷേകം ചെയ്യുക, പൂജകൾ നടത്തുക, ആരാധനകൾ നടത്തുക. ഇങ്ങനെ ബഹുദൈവത്വപരമായി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പലതും മുമ്പ് തന്നെ ഉണ്ട്, ജാഹിലിയ കാലത്തുണ്ട്. അന്നുണ്ടല്ലോ, അന്ന് ദൈവങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക? ഒരു കല്ല് കണ്ടാൽ, ചൊറുക്കുള്ള കല്ല്, നല്ല ഭംഗിയുള്ള കല്ല് കണ്ടാൽ അത് എടുത്തുകൊണ്ടുപോയി വീട്ടിൽ പൂജാമുറിയിൽ വെക്കും, അല്ലെങ്കിൽ കഅബത്തിൻ്റെ ഉള്ളിൽ വെക്കും, അല്ലെങ്കിൽ കഅബത്തിൻ്റെ പുറത്ത് ചാരി വെക്കും. പിന്നെ യാത്രയിൽ എപ്പോഴെങ്കിലും അതിനേക്കാൾ ഭംഗിയുള്ളതും പരന്നതും ശക്തിയുള്ളതും ഒരു കല്ല് കണ്ടാൽ ഈ കല്ലിനെടുത്ത് എറിഞ്ഞിട്ട് ആ കല്ലിനെ ദൈവമാക്കും. ഇതൊക്കെ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരായിരുന്നു. അവരുടെ ഒരു വിഗ്രഹം, അവരെ ഓർമ്മിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ വിഗ്രഹങ്ങളൊക്കെ. ഇങ്ങനെ പല ജാതി വസ്തുക്കളും ദൈവങ്ങളായി മാറി. അപ്പം ഇതായിരുന്നു അവരുടെ അള്ളാഹുവിനെ സംബന്ധിച്ച, ദൈവത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. അള്ളാഹ് ഉണ്ട്, അത് അവൻ പരമേശ്വരനാണ്. പക്ഷെ അവൻ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോന്നിനും ഓരോ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മളെ നാട്ടിലെ പലരുടെയും വിശ്വാസപ്രകാരം വിദ്യാഭ്യാസത്തിന്, വിജ്ഞാനത്തിനൊരു ദൈവം അല്ലേ, സരസ്വതി ദേവിയാണ്. സമ്പത്തിനൊരു ലക്ഷ്മി ദേവി. അങ്ങനെ പലതിനും ഓരോരോ ദേവന്മാരോ ദേവിമാരോ ഒക്കെ ഉണ്ട്. ഈ നിലപാട് അവർക്കുള്ളപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ അവരെ പഠിപ്പിക്കുക, യഥാർത്ഥത്തിൽ നിങ്ങളുടെ റബ്ബ്, ഇന്ന റബ്ബക്കും, നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ വാക്കിനർത്ഥം? സംരക്ഷകൻ, നിയന്താവ്, വിധാതാവ് എന്നൊക്കെയാണ് ആ വാക്കിന്. പരിപാലകൻ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതേ സൃഷ്ടാവ് അവൻ. സൃഷ്ടാവ് ആരാണോ അവൻ തന്നെ ഉടമസ്ഥൻ ആരാണോ അവൻ തന്നെ അതിനാവശ്യമായ സംവിധാനങ്ങൾ, സംരക്ഷണങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ഖാലിഖ്, മാലിക്, റബ്ബ്, ഇങ്ങനെ സംരക്ഷിക്കുന്നവനാണോ അവൻ തന്നെ ആയിരിക്കണം ഇലാഹു, ദൈവം, ആരാധ്യൻ അവനായിരിക്കണം. വളരെ ലളിതമായ ഒരു അറിവാണല്ലോ. ഒരു സാധനം നിർമ്മിച്ചു, ഇത് ഞാൻ നിർമ്മിച്ചതാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്ക് തന്നെയാണ്. അതിനെ സംബന്ധിച്ച് എല്ലാം അറിയാൻ എനിക്കാണ്. അള്ളാഹു സൃഷ്ടിച്ചതാണ് ആകാശഭൂമികളെ. ഇന്ന റബ്ബക്കും, നിങ്ങളുടെ ഈ റബ്ബ് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കണം അതിരി. ഇപ്പം നമുക്ക് സൂറത്തു സുമറിൽ നമ്മൾ ഓതാറില്ലേ, വമ്മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. എന്നിട്ട് ഇവരെയൊക്കെ ആരാധിക്കുന്നത് എന്തിനാ? അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരൊന്നും അല്ല, യഥാർത്ഥ ദൈവം അവരൊന്നുമല്ല. ഒരു ദൈവമുണ്ട്, അവനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമെങ്കിൽ ഇവരുടെ ശുപാർശ വേണം, മറ്റേ നമുക്ക് നേരെ പറയാൻ കഴിയില്ല എന്ന ധാരണ അറേബ്യൻ മുശ്രിക്കുകളിലുണ്ടായിരുന്നു. ഇന്ന് മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം അങ്ങനെയൊക്കെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത് തിരുത്തണല്ലോ. അപ്പോൾ ഇന്ന റബ്ബക്കും, നിങ്ങളുടെ സംരക്ഷകൻ, നിങ്ങളുടെ നിയന്താവ്, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ പരിപാലകൻ അള്ളാഹു. അപ്പോൾ സൃഷ്ടാവ് മാത്രമല്ല സംരക്ഷകനും അവനാണ്. സംരക്ഷകൻ അവനായിരിക്കെ അവൻ തന്നെ ആയിരിക്കണം ദൈവം. ഖലഖസ് സമാവാതി വൽ അർദ, ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചു. ഫി സിത്തത്തി അയ്യാമിൻ, 6 ദിനങ്ങളിൽ. ഈ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ, 6 ഘട്ടങ്ങൾ എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ളവരുണ്ട്. 6 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിലുള്ള 6 ദിവസം ആയിക്കൊള്ളുന്നില്ല. ഈ ദിവസം ഉണ്ടാവുന്ന സൂര്യനും ഭൂമി ഉണ്ടായതിനു ശേഷമല്ലേ, അതിൻ്റെ മുമ്പ് തന്നെയാണല്ലോ സൃഷ്ടികർമ്മം നടക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്കാക്കണം 24 മണിക്കൂർ പറഞ്ഞ ദിവസം ആയിക്കോളുന്ന ആ പരിണാമഘട്ടങ്ങളാവാം. ഈ ഭൂമിയൊക്കെ മനുഷ്യന് ജീവവാസയോഗ്യമാകാൻ
പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം എന്നാണ് ശാസ്ത്രം പറയുക. ഒരുപക്ഷെ ഈ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം. അള്ളാഹുവിനാണ് നന്നായിട്ട് അറിയുക. ഇത് ഖുർആൻ പല സ്ഥലത്തും എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. 6 ഘട്ടങ്ങളിലായി, അല്ലെങ്കിൽ 6 ദിനങ്ങൾ. ഈ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കൂട്ടണമല്ലോ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ 50,000 വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒറ്റ ദിവസം. നമുക്ക് 50,000 വർഷം അല്ലേ? 1000 വർഷം എന്നും അള്ളാഹു താല പറഞ്ഞിട്ട് പല കാര്യങ്ങളും 1000 വർഷം. നമ്മൾ 1000 വർഷം എന്ന് കണക്കൂട്ടണമൊക്കെ അള്ളാഹുവിൻ്റെ നിമിഷ നേരം കൊണ്ട്, അല്ലെങ്കിൽ 50,000 വർഷം കണക്ക് കൂട്ടും. നമുക്കൊന്നും 50,000 വർഷം എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാനാവാത്ത അത്രയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ദിവസത്തിൻ്റെ കണക്കിലേ വരും. അപ്പോൾ ഇങ്ങനെ അള്ളാഹു 6 ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ 6 ദിനങ്ങളിലായി ആകാശഭൂമികളെ പടച്ചു. സുമ്മസ്തവാ അലൽ അർശ്. ഇസ്തവാ അല എന്ന് പറഞ്ഞാൽ അധികാരം ഏറ്റെടുത്തതിൻ്റെ ഒരു ചിഹ്നമാണ് എന്ന് പറയും. അള്ളാഹു അലം. അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അത്ഭുത സൃഷ്ടികളിൽ ഒന്ന് തന്നെയാണ്. നമ്മൾ ദിക്റിൽ ചൊല്ലാറില്ലേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വറിളാ നഫ്സി വസിനത അർശി വമിദാദ കലിമത്തി വസിനത അർശി. അവൻ്റെ അർശിൻ്റെ തൂക്കത്തോളം അവനെ ഞാൻ വണങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദിക്റുകളൊക്കെ പഠിക്കണത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ സൂറത്ത് തൗബൻ്റെ അവസാനത്തെ ആയത്ത് എല്ലാവരും പഠിച്ചിട്ടില്ലേ അല്ലേ? ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. പഠിച്ചാൽ പോരാ, പ്രവർത്തിക്കണം. രാവിലെ 7 വട്ടവും വൈകുന്നേരം 7 വട്ടവും നമ്മളത് ചൊല്ലിയിരിക്കണം. അത് ഓർത്ത് ചൊല്ലണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം പൂർത്തിയാവുള്ളൂ. അപ്പോൾ അവൻ അർശിൻ്റെ മേൽ ഉപവിഷ്ടനായി പറഞ്ഞാൽ എന്താണ്? മുഖ്യമന്ത്രി കസേലയിൽ ഇരുന്നു പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അധികാരിയായി എന്നല്ലേ? ഉത്തരവാദിത്വം അല്ലേ? അതാണല്ലോ അതിൻ്റെ അർത്ഥം. അയാൾ മന്ത്രി കസേലയിൽ ഇരുന്നു എന്നൊക്കെ നമ്മുടെ മലയാളത്തിലൊരു പ്രയോഗം ഉണ്ടല്ലോ. ഇത് അതിനോട് സാമ്യപ്പെടുത്താൻ പാടില്ല അള്ളാഹുവിനെ, എന്നാലും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയും. ഇസ്തവാ അലൽ അർശ്. അവൻ അർശിന്മേൽ ഉപവിഷ്ടനായി. ഉപവിഷ്ടനാവുക പറഞ്ഞാൽ എന്താ? ഇരിക്കുക എന്നാ. അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി നന്നാക്കി പിന്നെ ആസനസ്ഥനായി എന്നാ, അതും ഇരിക്കുക തന്നെ. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റും. അള്ളാഹ് എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികാരം അള്ളാഹു സൃഷ്ടിച്ചു, സംരക്ഷിച്ചു, അധികാരവും അവനു തന്നെ എന്നുള്ളൊരു സൂചനയായിട്ടാണ് ഇസ്തവാ അലൽ അർശ്. ചിലപ്പോൾ സുമ്മസ്തവ ഇല സമാഇ എന്നുണ്ട്. ഇസ്തവ അല എന്നുണ്ട്, ഇസ്തവ ഇല എന്നുണ്ട്. ആകാശത്തേക്ക് അവൻ്റെ ശ്രദ്ധ തിരിഞ്ഞു, അല്ലെങ്കിൽ ആകാശത്തേക്ക് തിരിഞ്ഞു. നമ്മൾ അങ്ങനെ സൂറത്ത് അൽ ബഖറയിലും പഠിച്ചിട്ടുണ്ട് ഇസ്തവ ഇല. അപ്പോൾ ശരി, സുമ്മസ്തവ അലൽ അർശ്. അർശ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിനാണ് നമ്മൾ സിംഹാസനം എന്നൊക്കെ അർത്ഥം പറയുക. അള്ളാഹുവിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ഇരിക്കണ മാതിരി, മന്ത്രിമാർ ഇരിക്കണ മാതിരി ഒരു കസേലയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹുവിനാണ് അറിയുക. വാക്കിനർത്ഥം നമ്മൾ അങ്ങനെ പറയുമെങ്കിൽ അർശ് യുദബ്ബിറുൽ അംറ. ഈ അർശ് എന്നുള്ള വാക്ക് നമ്മൾ ബിൽക്കീസ് രാജിൻ്റെ കഥ പറയുമ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ, ഹാക്കഥ അർശുക്കി, അവിടെ സിംഹാസനം എന്നർത്ഥം. യുദബ്ബിറുൽ അംറ, ദബ്ബറ, തദ്ബീർ. തദ്ബീർ പറഞ്ഞാൽ ആസൂത്രണം ചെയ്യുക, ഭരണവ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോവുക അല്ലേ, നിയന്ത്രിക്കുക എന്നൊക്കെയാണ് ദബ്ബറ യുദബ്ബിറു തദ്ബീർ. സുമ്മസ്തവ അലൽ അർശി യുദബ്ബിറുൽ അംറ. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അഥവാ ഈ ബഹുദൈവ വിശ്വാസികൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു സൃഷ്ടിച്ചു വിട്ടിട്ട് പിന്നെ വിശ്രമിക്കല്ല. അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ. ഉറക്കമില്ല, മയക്കമില്ല, ക്ഷീണമില്ല. അത്തരത്തിൽ അവൻ ഈ പ്രപഞ്ചമെന്ന് പറയുന്ന മഹാ അത്ഭുതത്തിൻ്റെ ഭരണം അവൻ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. യുദബ്ബിറുൽ അംറ. മാ മിൻ ഷഫീഇൻ. ഒരു ശുപാർശകനും ഉണ്ടാവുകയില്ല. ഈ പറയുന്ന സഹദൈവങ്ങളോ ഉപദൈവങ്ങളോ ആരും ശുപാർശകരായി വരില്ല. ഇല്ലാ മിൻ ബഅദി ഇദ്നി. അവൻ്റെ സമ്മതപ്രകാരമല്ലാതെ. ഇവർ മാത്രമല്ല, ആരും ഉണ്ടാവില്ല. അള്ളാഹ് സമ്മതിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രരായി ആർക്കെങ്കിലും ശുപാർശ ചെയ്യുമോ? ഇന്നയാളെ രക്ഷപ്പെടുത്തണം എന്നില്ല. അതിനും അള്ളാഹ് സമ്മതിക്കണം. ഇന്നയാൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞുകൊള്ളട്ടെ. അള്ളാഹിൻ്റെ സമ്മതം രണ്ടാൾക്കും വേണം. ശുപാർശ ചെയ്യുന്ന ആൾക്കും വേണം, ശുപാർശയുടെ ഗുണഫലം ലഭിക്കുന്നയാൾക്കും ഉണ്ടാകണം. അതാണ് അള്ളാഹിൻ്റെ. ഇത് ഖുർആൻ പല സ്ഥലത്ത് ഊന്നി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കറിയുന്ന ഒരു വിഷയമാണ്. സൂറത്ത് നജ്മിൽ വന്നിട്ടുണ്ട്, സൂറത്ത് യാസീനിൽ വന്നിട്ടുണ്ട്, സൂറത്ത് അൽ ബഖറയിൽ വന്നിട്ടുണ്ട്. അള്ളാഹു താല ഈ ശുപാർശയുടെ കാര്യം, പ്രവാചകന്മാരുടെ ശുപാർശ, നമുക്ക് പ്രവാചകൻ്റെ ശുപാർശ
സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള അർഹത നമ്മൾ തെളിയിക്കണം. മാമിൻ ഷഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി. അപ്പോൾ ഇവർ പറയണ മാതിരി ഏകപക്ഷീയമായി ഈ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി അവർ ആരോപിക്കുന്ന ആർക്കും ശുപാർശ ചെയ്യുകയില്ല. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ദാലിക്കും അതാണ് നിങ്ങൾ അറിയേണ്ടത്. അല്ലാഹു എന്നത് നിങ്ങളുടെ ഒരു നിസ്സാരനായ ആരോ അല്ല. അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്, സംരക്ഷകനാണ്, ഭരണം നിയന്ത്രിക്കുന്നവനാണ്. അവൻ്റെ അനുമതി കൂടാതെ ആർക്കും വേണ്ടി ശുപാർശ ചെയ്യൂല. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനത്രേ നിങ്ങളുടെ സംരക്ഷകനായ, നിയന്താവായ, പരിപാലകനായ അള്ളാഹു. ഫഅ്ബുദൂ, അതുകൊണ്ട് നിങ്ങൾ അവന് ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് എന്ന വാക്കിൻ്റെ വിശദാംശങ്ങളിലേക്കും നമ്മൾ പോകണം. അള്ളാഹുവിന് വഴങ്ങി ജീവിക്കണം തന്നെ. പണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അർത്ഥം പഠിച്ചിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രകാരം ജീവിക്കുക, അതാണ് ഇബാദത്ത്. അങ്ങനെ ചെയ്യുക, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക. അതാണ് നമ്മൾ ആരാധന എന്നർത്ഥം പറയും പലപ്പോഴും, അല്ലെങ്കിൽ വിധേയത്വം എന്നർത്ഥം പറയും. ഒക്കെ അതിൻ്റെ അർത്ഥത്തിൻ്റെ വിശദാംശങ്ങളിൽ വരുന്നത് തന്നെയാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക. അഫലാ തദക്കറൂൻ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് അവസാനത്തെ ചോദ്യം അത് അള്ളാഹ് ചോദിക്കണത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ? ഇത് അവരോടാണ് ചോദിക്കുന്നത്. ബഹുദൈവത്വപരമായ നിലപാട് സ്വീകരിക്കുന്നവരോട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ള ചോദ്യമാണ്. അഫലാ തദക്കറൂൻ, നമ്മളുണ്ടല്ലോ എന്തെങ്കിലും കാര്യം എനിക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? ഒരു ചോദ്യം ഉണ്ടല്ലോ നമ്മൾ ചോദിക്കണത്. തന്നെയാണ് സുബ്ഹാനല്ലാഹ്. അഫലാ തദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ? ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന റബ്ബക്കുമുല്ലാഹു, നിങ്ങളുടെ സംരക്ഷകൻ, നിങ്ങളുടെ നിയന്താവ് അള്ളാഹു ആകുന്നു. അല്ലാതെ അവൻ എങ്ങനത്തവനാണ്? ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും അവനാണ് പടച്ചത്. ചിലയിടത്ത് ലഹു മാഫിസ് സമാവാതി വ മാഫിൽ അർള്, ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ്റേതാണ് എന്ന പ്രയോഗം കൂടി കാണാം. ഇത് ഖുർആൻ പല സ്ഥലത്തും ഊന്നി അവൻ്റെ ഏകത്വം ഉറപ്പിക്കുന്നതിന്, ഏകത്വത്തെ പഠിപ്പിച്ചു തരുന്നതിന് തെളിവായി ഉദ്ധരിക്കുന്ന കാര്യമാണ്. ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം, 6 ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ 6 ദിനങ്ങളിലായി. സുമ്മ സ്തവ അലൽ അർശ്, പിന്നെ അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. യുദബ്ബിറുൽ അംറ, അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അവനാണ് ഭരണം നടത്തുന്നത്. മാമിൻ ഷഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി, അവൻ്റെ അനുമതിക്കു ശേഷമല്ലാതെ ഒരു ശുപാർശകനും ഉണ്ടാകുന്നതല്ല. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ രക്ഷകനായ, നിങ്ങളുടെ നിയന്താവായ അല്ലാഹു. ഫഅ്ബുദൂ, അതുകൊണ്ട് നിങ്ങൾ അവന് വഴിപ്പെട്ട് ജീവിക്കുക, അവന് കീഴ്പ്പെട്ട് ജീവിക്കുക. അഫലാ തദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ? അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നത് പ്രകാരം കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവനെ റബ്ബായി പൊരുത്തപ്പെട്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി പൊരുത്തപ്പെട്ട്, ദീനുൽ ഇസ്ലാമിനെ ആദർശമായി അംഗീകരിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അവൻ എന്നും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബന വലംനാ അൻഫുസന وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله.